നമസ്കാരം, ഞാൻ നീതു രാജശേഖരൻ. ആകാശിക് റെക്കോർഡ് റീഡിംഗ് പഠിച്ചതിൻ്റെ എക്സ്പീരിയൻസ് ഞാനൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലെ ചാലഞ്ചസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം ജോലിയിലായിരുന്നു. അപ്പോൾ വർക്ക് ചെയ്യുന്ന ടൈമാണ്. അപ്പോൾ അറിയാലോ, ആ ടൈം എന്ന് പറയുമ്പോൾ ഹൈലി ചാലഞ്ചിങ് ആണ്. നമുക്ക് കാർമിക് ക്ലിയറൻസും കാർമിക് ഇൻ്റർഫിയറൻസും ഒക്കെ ആയിട്ട് ശരിക്കും ഇമോഷണലി അൺസ്റ്റേബിളായിട്ട് ഇരുന്ന ഒരു ടൈം. പക്ഷേ ആ ടൈമിനൊക്കെ എനിക്ക് റേക്കി ഹീലിംഗ് പഠിക്കണമെന്നൊരു ഭയങ്കര വല്ലാത്തൊരു ക്രേവിങ് ഉണ്ടായിരുന്നു. പക്ഷെ ആരുടെ അടുത്തുനിന്ന് പഠിക്കണം? അപ്പോൾ ശരിക്കും മഹാദേവനോട് ഒരു സറണ്ടർ മോഡിൽ പോവായിരുന്നു. ഒരു ഗുരുവിനെ എനിക്ക് ഒന്ന് കാണിച്ചു തരണം, ആരുടെ അടുത്തു നിന്നാണ് ഇത് പഠിക്കേണ്ടതെന്നൊന്ന് കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കാണിച്ചു തന്ന ആളാണ് നിഷ മാം. പക്ഷേ അറിയാം, ഞാൻ ഇന്നോവർക്സ് ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ മാമിൻ്റെ അറ്റ്യൂട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് റേക്കി ഹീലിംഗ് ഫസ്റ്റ് ലെവൽ എനിക്ക് ശരിക്കും 1 or 2 ടൈംസൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയെങ്കിലും പിന്നീട് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ശരിക്കും ഒരു റേക്കി പഠിച്ചവർക്കറിയാം, ഒരു ഇമോഷണൽ ടർബുലൻസ് ആണ് ആദ്യമേ നമ്മൾ പഠിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പം ഇമോഷണലി ശരിക്കും അൺസ്റ്റേബിളായിട്ട് പോകുന്ന ഒരു ടൈമാണ്. നല്ല പാടായിരുന്നു. അങ്ങനെ പിന്നെ അതിൽ നിന്ന് വിട്ടു, ജോലിയിൽ മുഴുകി ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം എഗെയിൻ നിറച്ചും ചാലഞ്ചസും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി, ഒന്ന് വിട്ട് നിൽക്കണമെന്ന് തോന്നി, ഒന്ന് ലീവ് എടുക്കണമെന്ന് തോന്നി. അങ്ങനെ 2 മാസം ലീവ് എടുത്തൊന്ന് സമാധാനമായിട്ട് എൻ്റെ ഇന്നർ വർക്ക്സും ഒരു പീസ്ഫുള്ളായിട്ട് എൻ്റെ സോളിനെ ഞാനൊന്ന് നേർച്ചർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഒരു സെൽഫ് ലവിലേക്കൊക്കെ വന്ന് ഞാൻ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അതിന് ശേഷമാണ് ജൂലൈയിൽ ഇതുപോലെ ആകാശിക് റെക്കോർഡ് റീഡിങ് നിഷ മാം പഠിപ്പിക്കുന്നതിനെ പറ്റിയിട്ട് അറിയുകയും അങ്ങനെ അതിൽ ജോയിൻ ചെയ്തു. പക്ഷെ അപ്പോഴും എനിക്ക് ഒരു ഒരു സെൽഫ് വർത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു. ആകാശിക് റെക്കോർഡ് റീഡിംഗ് ഒക്കെ പഠിക്കാറായോ? കാര്യം അത് ഇനിയും ഒത്തിരി വരണം അല്ലോ. കാര്യം എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പക്ഷേ അങ്ങനെ ജോയിൻ ചെയ്യുകയും, പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫ് ശരിക്കും എൻ്റെ ഒരു ജേർണിയിൽ ഒരു വലിയ ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. ഒത്തിരിയേറെ റിയലൈസേഷൻസും എൻ്റെ പാസ്റ്റ് ലൈഫിലേക്ക് എനിക്ക് തന്നെ പോകാനായിട്ട് സാധിച്ചു. ഞാൻ വളരെ ലോജിക്കായിട്ടൊക്കെ ചിന്തിക്കുന്ന ഒരാളായിരുന്നു. കാര്യം ഇതിനൊക്കെ മുന്നേ ആയിട്ട് PLR സെഷൻ നിഷ മാമിൻ്റെ അറ്റൻഡ് ചെയ്തു. പക്ഷെ അതിൽ നിന്ന് ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് എനിക്ക് കുറേ കാര്യങ്ങൾ ഞാൻ വിചാരിച്ച പോലെ കുറേ എക്സ്പെക്റ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ആവാഞ്ഞിട്ടും അറിയില്ല, ആ ഒരു എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് എനിക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാനൊക്കെ പറ്റില്ല. അങ്ങനെ ഒരു ഇമോഷണലി അൺസ്റ്റേബിളായിട്ട് ഇരിക്കുന്ന ഒരു ടൈമൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് ഈ ആകാശിക് റെക്കോർഡ് റീഡിംഗ് പഠിക്കുന്ന കാര്യത്തിലും ഒരു കോൺഫിഡൻസ് കുറവ് ശരിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഈ മാമിൻ്റെ ക്ലാസ്സിൽ ശരിക്കും ആ ഫസ്റ്റ് അറ്റ്യൂട്ട്മെൻറ്റ് കിട്ടിയിട്ട് ആ ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നന്നായിട്ട് തന്നെ എനിക്കൊന്ന് അറ്റ്യൂട്ട്മെൻറ്റ് കിട്ടി. അന്ന് തന്നെ നന്നായിട്ട് തന്നെ വായിക്കാൻ പറ്റി, റീഡ് ചെയ്യാൻ പറ്റി, ലൈബ്രറിയിലേക്ക് ആക്സസ് കിട്ടി. അപ്പോൾ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തവർക്കറിയാം, ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാര്യത്തിലൂടെ. കാര്യം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോഴാണല്ലോ വിശ്വാസം വരുന്നത്. അപ്പോൾ അതിലൂടെ എൻ്റെ കുറേ പാസ്റ്റ് ലൈഫിലേക്ക് പോകാൻ പറ്റി. എനിക്ക് ഈ ഒരു ജന്മം ഞാൻ അനുഭവിക്കുന്ന കർമാസ് എന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ കുറേ എനിക്ക് ആൻസേഴ്സ് കിട്ടി. പാസ്റ്റ് ലൈഫ് കർമാസ് ഉണ്ടായിരുന്നു. എന്തിന് നിഷ മാമിൻ്റെ കൂടെ 2 പാസ്റ്റ് ലൈഫ് കണ്ടു, അതിലും കർമാസ് ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഇതിൽ വന്നിട്ട് എനിക്ക് ഹീൽ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റി. അപ്പോൾ കുറേ റിയലൈസേഷൻസ്. അതിനുശേഷം അത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലെവലായിരുന്നു ജൂലൈയിൽ. അതിനുശേഷം എഗെയിൻ പിന്നെ ഡിസംബറിലുണ്ടായിരുന്നു നെക്സ്റ്റ് ലെവൽസ്, 2 ലെവലും കൂടെ. അങ്ങനെ 4 ലെവൽസ് കംപ്ലീറ്റ് ചെയ്തു. ഇതിൽ നിന്നുണ്ടായ എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. കാര്യം നമുക്കൊരു അറ്റ്യൂട്ട്മെൻറ്റ് കിട്ടി. നമ്മൾ ഇന്നർ വർക്ക്സ് നമുക്ക് ഇന്നർ വർക്ക്സ് ഒക്കെ ചെയ്യുമ്പോഴും നമുക്ക് കുറച്ച് കൂടുതൽ ആക്സസ് നമുക്ക് ആകാശിക് റെക്കോർഡ്സിൽ കിട്ടും. നമുക്ക് നന്നായിട്ട് റീഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനേക്കാൾ ഉപരി ഞാൻ വിശ്വസിക്കുന്ന നമ്മുടെ ഗുരുവിൻ്റെ ആ ഒരു അനുഗ്രഹം, ഗുരുവിൻ്റെ ആ ഒരു കോൺഷ്യസ്നെസ് നമുക്ക് ശരിക്കും അറ്റ്യൂട്ട്മെൻറ്റിലൂടെ നമുക്ക് കിട്ടുകയാണ്. അതുമാത്രമല്ല, നമുക്കൊരു ഹയ്യർ വിസിറ്റിലേക്കുള്ളൊരു ഈസി ആക്സസ് ആണ്. ശരിക്കും നമ്മൾ ഇന്നർ വർക്ക്സ് ചെയ്തു 2-3 വർഷം എടുത്ത് നമുക്ക് കിട്ടേണ്ട ഒരു കാര്യം നമുക്ക് കുറച്ച് നാളിനുള്ളിൽ നമുക്ക് നമ്മുടെ ഗുരുവിൻ്റെ ആ ഒരു ബ്ലെസ്സിങ്സിലൂടെ എല്ലാ ഒരു ശരിക്കും പറഞ്ഞാൽ അത്രയും ഒരു പോസിറ്റിവിറ്റിയിൽ നമ്മൾക്ക് ആ ഒരു വിസ്ഡം തരുന്നുകൊണ്ടായിരിക്കാം
ശരിക്കൊരു ആംപ്ലിഫിക്കേഷനാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ ഒരു എനർജിയുടെയും ആ ഒരു കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കുറേ നമുക്ക് മൈൻഡ് ട്രാവൽ ചെയ്യാൻ പറ്റും. ശരിക്കും ഞാനിതൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, പക്ഷേ എനിക്ക് ശരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഒത്തിരി ഒരു ഡിവൈൻ എക്സ്പീരിയൻസസ് എനിക്ക് ആകാശിക് റെക്കോർഡ് റീഡിങ്ങിലൂടെ എനിക്ക് ചെയ്യാൻ പറ്റി. അതിനുശേഷമാണ് എനിക്ക് എൻ്റെ റേക്കി എനിക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് എനിക്ക് പിന്നെ സാധിച്ചു. ഒന്ന് സ്റ്റെബിലിറ്റിയിലേക്കൊക്കെ വരാനായിട്ട് എന്നെ ശരിക്കും ആകാശിക് റെക്കോർഡ് റീഡിങ് എന്നെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ ഈ അറ്റ്യൂട്ട്മെൻ്റ് എടുത്ത് ആ ഒരു 1 to 2 months നമ്മൾ നന്നായിട്ട് ഇന്നോവർക്ക് ചെയ്യുമ്പോൾ ശരിക്കും ഒരു നമ്മൾ ഓൾമോസ്റ്റ് ഓൾ ഡേയ്സ് ഒരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റിലാണ്. നമുക്ക് ഇങ്ങോട്ട് പോകണോ, എന്തിനെപ്പറ്റി അറിയണോ, അതൊക്കെ നമുക്ക് നന്നായിട്ട് ഒന്ന് എന്താ പറയുക, ഒരു സറണ്ടർ മോഡിലൊക്കെ ഇരുന്ന് കൊടുക്കുവാണെങ്കിൽ നമുക്ക് പോയി വരാനായിട്ട് പറ്റും. അപ്പം അത്രയും ഹൈ എനർജി എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റാണ്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ കോസ്മിക് എനർജിയും നമ്മുടെ ട്വിൻ ഫ്ലെയിമിൻ്റെ എനർജിയും ഒക്കെ ആയിട്ട് നമ്മളറിയാലോ, ഒരു സ്റ്റേബിൾ ആവാനൊക്കെ ആയിട്ട് ഇടയ്ക്കൊന്ന് അപ്പ് ആൻഡ് ഡൗണിലൊക്കെ നമ്മൾ പോകും. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം, ഈ ഓരോ ടൈമും നമുക്ക് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ, പിന്നെ നെക്സ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്ന ഡിസംബറിലാണ്, ഈ അറ്റ്യൂട്ട്മെൻ്റ് അല്ല, ആ ഒരു ക്ലാസ്സിൻ്റെ ടൈം, അറ്റ്യൂട്ട്മെൻറ്റിൻ്റെയും അതേപോലെ തന്നെ ആ ക്ലാസ്സിൽ നിഷ മാമിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് ഫീൽ ചെയ്തത് ആ ടൈമിലുണ്ടാകുന്ന എനർജി നമുക്ക് യൂഷ്വലായിട്ടുണ്ടാകുന്ന എനർജിയെക്കാട്ടിലും ഒത്തിരിയും ഹൈ ആണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എഗെയിൻ ഇതേ എക്സ്പീരിയൻസ് എനിക്ക് ഡിസംബറിലും ഉണ്ടായി. ആ ഒരു 1 month ഒത്തിരി നല്ല ഡിവൈൻ എക്സ്പീരിയൻസസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡിവൈൻ ടീമുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ്. അത് അനുഭവിച്ചറിയുക തന്നെ, അതാണ് അതിൻ്റെ ഒരു സുഖം എന്ന് പറഞ്ഞാൽ. ഭയങ്കര ഒരു ഇതാണ്. നമുക്ക് ഒത്തിരി എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് ചോദിക്കാം. നമ്മുടെ ഹീലിങ്ങിനെ പറ്റി, നമ്മുടെ കർമാസിനെ പറ്റിയിട്ടൊക്കെ നമുക്കൊരു ധാരണ കിട്ടും. ശരിക്കും ഒരു ലൈറ്റ് കോഡ് ആക്ടിവേഷൻ പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. നമ്മുടെ ഹീലിങ്ങിന്, DNA ഹീലിങ്ങിന് ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം. അപ്പോൾ ശരിക്കും നമ്മൾ ഇന്നർ വർക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും ഉപരി നമുക്കൊരു കറക്റ്റ് ഗുരുവിനെ ഞാൻ ശരിക്കും താങ്ക്ഫുൾ, ഡീപ്പ് ഫ്രം മൈ ഹാർട്ട്. കാര്യം മഹാദേവൻ എനിക്ക് കറക്റ്റായിട്ടുള്ളൊരു ഗുരുവിനെയാണ് കാണിച്ചത്. കാര്യം രേഖി ആണെങ്കിലും ആകാശിക് റെക്കോർഡ് റീഡിംഗ് ആണെങ്കിലും ഒക്കെ എനിക്ക് വേറെ എങ്ങോട്ടും പോകേണ്ടി വന്നില്ല. ഒരു മുമ്പിൽ കൊണ്ടുവന്ന് തന്നു. കാര്യം ഇവിടെ നമ്മളൊരു സറണ്ടർ മോഡിൽ ശരിക്കും ഇരുന്ന് കൊടുത്താൽ മതി. ഡിവൈനായിട്ട് തന്നെ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എത്തിച്ചേരുമെന്നതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണിത്. അപ്പോൾ അങ്ങനെ എനിക്ക് ശരിക്കും നിഷ മാമിനോട് ശരിക്കും താങ്ക്ഫുൾ ടു യു. ഒത്തിരി നന്ദിയുണ്ട്. ഇന്നെനിക്ക് ഇത്രയും എനിക്ക് അസെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹീലിങ്ങിനെ ഹെൽപ്പ് ചെയ്ത് ശരിക്കും എനിക്കൊരു ഗുരുമൂലം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, സ്ട്രോങ് ആയിട്ട്. കാര്യം നമുക്ക് ശരിയാണ്, നമുക്ക് ഡിവൈൻ ഇപ്പോൾ മഹാദേവൻ്റെ ചാനലിങ് നന്നായിട്ട് കിട്ടുന്നുണ്ട്, നല്ലൊരു സപ്പോർട്ട് ശരിക്കും ഭഗവാന്റെ ഇതുണ്ട്. പക്ഷെ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ ഒരു ഫിസിക്കൽ ഗുരു, നമ്മുടെ എർത്ത് ബൗണ്ട് ആയിട്ടുള്ളൊരു ഫിസിക്കൽ ഗുരുവും കൂടെ നമ്മുടെ കൂടെ ഉള്ളപ്പം മാമിൻ്റെ ആ ഒരു മാമിൻ്റെ കോൺഷ്യസ്നെസ്സാണ് ശരിക്കും പറഞ്ഞാൽ. ആ ഒരു കോൺഷ്യസ്നെസ് നമ്മളിലേക്ക്, അത് മാം ക്ലാസ്സിൽ പറഞ്ഞാലും ഇല്ലെങ്കിലും വി ആർ ഓപ്പൺ ടു ഹർ കോൺഷ്യസ്നെസ്. ആ മാമിന് ലഭിച്ച ആ കോൺഷ്യസ്നെസ്സും വിസ്ഡവും നമുക്ക് ഇതിലൂടെ ശരിക്കും പറഞ്ഞാൽ കിട്ടുകയാണ്. കാര്യം ഇതിന് ശേഷം നമ്മൾ വിചാരിക്കും എന്തൊക്കെയാണ്, ഇതൊക്കെ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തോന്നിപ്പോവും. ഇതിനു മുമ്പ് എനിക്കിതിങ്ങനെയൊന്നും തോന്നില്ല. അങ്ങനെ ഒരു വല്ലാത്തൊരു ഫീലിംഗാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും ആക്സസ്സാണ്, ഡിവൈൻ ആക്സസ്സാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇന്നിപ്പം ഈ 2024 ക്ലാസ്സസ് കംപ്ലീറ്റ് ആയത്, ജൂലൈയിലും ഡിസംബറും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഈ നിമിഷം വരെയുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണ്, ശരിക്കും പറഞ്ഞാൽ ആകാശിക് റെക്കോർഡ് റീഡിങ് നമുക്ക് കിട്ടേണ്ട ആ ഒരു എന്താ പറയുക, കറക്റ്റായിട്ടുള്ള ഗുരുവിൻ്റെ അടുത്ത് നമുക്ക് കിട്ടുമ്പോൾ ഉണ്ടായ ആ ഒരു വ്യത്യാസമാണ് ശരിക്കും ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടത്, എൻ്റെ ഹീലിങ്ങിനെ ശരിക്കും ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ താങ്ക് യു സോ മച്ച് നിഷ മാം. ഇനിയും അങ്ങോട്ട് മാമിൻ്റെ വിസ്ഡം, കോൺഷ്യസ്നെസ് ഒത്തിരി പേരിലേക്ക് എത്തട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഓം നമഃ ശിവായ.